നമസ്കാരം, ഫെലിസിലേക്ക് സ്വാഗതം. മാൾവെയർ ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് 17 ആപ്പുകളാണ് നീക്കം ചെയ്തത്. ഈ ആപ്പുകൾ പ്രശ്നക്കാരാണെന്ന് വാൻഡറ എന്ന സുരക്ഷാ കമ്പനിയാണ് കണ്ടെത്തിയത്. ഈ ആപ്പുകളെല്ലാം എന്താവശ്യത്തിനാണോ ഉപഭോക്താവ് ഇൻസ്റ്റാൾ ചെയ്തത് അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആശാസ്യമല്ലാത്ത പല പ്രവൃത്തികളും കൂടെ അവ നടത്തിയിരുന്നു എന്നാണ് വാൻഡറ കണ്ടെത്തിയത്. ഇവയിലേതെങ്കിലും നിങ്ങളുടെ iOS ഉപകരണത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നാണ് സുരക്ഷാ വിദഗ്ധർ ആവശ്യപ്പെടുന്നത്. മാൾവെയർ കണ്ടെത്തിയ ആപ്പുകളെല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആസ്പെക്ട് ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. ഇവയിലെല്ലാം ഒരു ക്ലിക്കർ ട്രോജൻ മോഡ്യൂളുണ്ട്. ഇവ എന്ത് ആവശ്യത്തിന് ഇൻസ്റ്റാൾ ചെയ്തോ അവ നിർവഹിക്കുമെങ്കിലും പശ്ചാത്തലത്തിൽ അവർ ഫ്രോഡ് പ്രവൃത്തികളിലേർപ്പെടും. ഉദാഹരണത്തിന്, അവ തുടർച്ചയായി വെബ് പേജുകൾ തുറക്കും, അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ അനുമതിയില്ലാതെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുമെന്നും വാൻഡറ പറയുന്നു. ഈ ട്രോജൻ മോഡ്യൂളുകളുടെ ലക്ഷ്യം ആക്രമണകാരിക്ക് കാശുണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ഓരോ ക്ലിക്കിനും കാശ് എന്ന ഉദ്ദേശമാണ് ഉപഭോക്താവിൻ്റെ അറിവില്ലാതെ അയാളുടെ ഐഫോണിലേക്ക് ഈ ആപ്പുകൾ നിറവേറ്റുന്നത്. കാര്യമായി ട്രാഫിക് ഇല്ലാത്ത ചില വെബ്സൈറ്റുകൾക്ക് ക്ലിക്ക് ഉണ്ടാക്കി ഉയർത്തിക്കാണിക്കുക എന്ന പ്രവൃത്തിയും ഈ ആപ്പുകൾ നിർവഹിക്കുന്നുണ്ട്. ഇവർ ഏതൊക്കെ വെബ്സൈറ്റുകൾക്കായി പ്രവർത്തിക്കുന്നോ അവരുടെ എതിരാളികൾക്ക് ക്ഷീണമുണ്ടാക്കുന്ന നീക്കങ്ങളും ഇവ നടത്തുന്നുണ്ടെന്നാണ് വാൻഡറ പറയുന്നത്. ഫോണിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നു, ഡാറ്റ നഷ്ടമാകുന്നു എന്നതുമാണ് ഉപഭോക്താക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. തങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ ഇടം പിടിക്കുന്ന ആപ്പുകളെ ആപ്പിൾ കാര്യമായി തന്നെ പരിശോധിക്കാറുണ്ട്. എന്നാൽ ഈ 17 ആപ്പുകൾ ആപ്പിളിൻ്റെ അപ്രൂവൽ നടപടികളെ കബളിപ്പിക്കാനായി ശുദ്ധമായ കോഡുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അവ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ റിമോട്ട് സെർവറുകളുമായി ബന്ധപ്പെട്ടാണ് വഞ്ചനാപരമായ പ്രവൃത്തികൾ ഏർപ്പെടുന്നതെന്നാണ് വാൻഡറ പറയുന്നത്. ആപ്പ് ആസ്പെക്റ്റിന് ഈ 17 ആപ്പുകൾ ഉൾപ്പെടെ മൊത്തം 51 ആപ്പുകളാണ് ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലുള്ളത്. എന്നാൽ ഈ 17 എണ്ണം ഒഴികെയുള്ള ആപ്പുകൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും വാൻഡറ സാക്ഷ്യപ്പെടുത്തുന്നു. ആൻഡ്രോയിഡിലുള്ള വെർഷനിലും സെർവറുകളുമായി ആശയവിനിമയം നടത്തുകയും ഉപഭോക്താവിൻ്റെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് മോഡൽ ഫോണാണ് ഉപയോഗിക്കുന്നത്, ഏത് രാജ്യക്കാരനാണ്, ചില കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് തുടങ്ങിയവയാണ് ശേഖരിച്ച് അയക്കുന്നതെന്ന് വാൻഡറ പറയുന്നു. ആ 17 ആപ്പുകളും ഇവയാണ്. എന്നാൽ ഈ 17 ആപ്പുകളും ആപ്പ് ആസ്പെക്ട് സൃഷ്ടിച്ചവയല്ല. ആപ്പ് ആസ്പെക്ടറിൻ്റേതായി 28 ആപ്പുകളാണ് ഗൂഗിൾ പ്ലേയിലുള്ളത്. ഇവയിലൊന്നുപോലും ദുരുദ്ദേശമുള്ള സെർവറുകളുമായി ആശയവിനിമയം നടത്തുന്നതായി കണ്ടെത്തിയിട്ടില്ലെന്നും വാൻഡറ പറയുന്നു. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിവരങ്ങളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.